സ്വാതന്ത്ര്യദിനാശംസകൾ. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്നും ഭാരതം സ്വാതന്ത്ര്യം നേടിയ ദിനമാണിന്ന്. ഓരോ ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യത്തിന്റെ അനന്തവിഹായസിലേക്ക് പറന്നുയർന്ന ദിനം. നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അനേകം പുണ്യാത്മാക്കളുടെ കഠിനാധ്വാനത്തിന്റെയും ജീവിതത്യാഗത്തിന്റെയും ഫലമാണെന്ന് നാം ഒരിക്കലും മറക്കരുത്. സ്വാതന്ത്ര്യം ഒരു ഓർമ്മപ്പെടുത്തലാണ്. സ്വാതന്ത്ര്യ സമര രണാങ്കണങ്ങളിൽ രക്തസാക്ഷിത്വം വഹിച്ചവരുടെയും അംഗഭംഗം വന്നവരുടെയും, ഭാര്യയെയും ഭർത്താവിനെയും അച്ഛനെയും അമ്മയെയും മക്കളെയും നഷ്ടപ്പെട്ട അനേകം പുണ്യാത്മാക്കളുടെ കർമ്മധീര ചരിത്രങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ. രക്തസാക്ഷികൾ. ബ്രിട്ടീഷുകാരുടെ പടക്കോപ്പുകൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കാതെ പോരാട്ട വഴികളെ ചെഞ്ചോര കൊണ്ട് അടയാളപ്പെടുത്തിയ കർമ്മധീരരായ മനുഷ്യരുടെ ഓർമ്മപ്പെടുത്തൽ. നെഹ്റുവിന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും മൗലാന മുഹമ്മദ് അലിയുടെയും ഭഗത് സിംഗും ഹൃദയരക്തം കൊണ്ട് ചിത്രം വരച്ച മണ്ണ്. ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളികളെ ഒറ്റഗേറ്റിൽ പൂട്ടിയിട്ട് വെടിവെച്ചു കൊല്ലാൻ നേതൃത്വം നൽകിയ ജനറൽ ഡയറിനെ സ്വന്തം ജന്മനാട്ടിൽ ചെന്ന് വെടിവെച്ചു കൊന്ന ഉദ്ധം സിംഗിന്റെ ത്രസിപ്പിക്കുന്ന ഓർമ്മകളുണ്ട് ഈ സ്വാതന്ത്ര്യത്തിന്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സർവാധിപതിയായ ജോർജ് അഞ്ചാമന്റെ മുഖത്തു നോക്കി ഒന്നുകിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ 6 അടി മണ്ണ് വേണമെന്ന് ഗർജിച്ച മൗലാന മുഹമ്മദ് അലിയുടെ ശബ്ദഗാംഭീര്യം ഇപ്പോഴും ഈ മണ്ണിൽ അലയടിക്കുന്നുണ്ട്. കാലാന്തരത്തിൽ നമ്മുടെ രാജ്യം വർഗീയതയുടെ വിളനിലമാകുന്നതാണ് നാം കാണുന്നത്. നമ്മുടെ രാജ്യത്തെ പലതായി വെട്ടിമുറിച്ച് ശിഥിലീകരിക്കുന്ന പ്രവണതകൾ കൂടി വരുന്നു. ഇവിടെയാണ് ഗാന്ധിജി എന്ന മഹാന് പ്രസക്തി. ഗാന്ധിജിയെ ഓർക്കേണ്ട ഒരു ദിവസം കൂടിയാണിന്ന്. ഗാന്ധിജിയെ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, ഗാന്ധിജിയെ ഇറക്കിവിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഓർമ്മകൾ കൊണ്ട് നാം ഗാന്ധിജിയെ ഉയർന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. ഇന്ത്യയുടെ ഹൃദയം മതേതരമാണെന്നും ലോകത്തിന്റെ ഹൃദയം ഇന്ത്യയാണെന്നും അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലോകത്തെ അന്നും ഇന്നും അതിശയിപ്പിച്ച ഇന്ത്യയുടെ അർദ്ധനഗ്നനായ ഫക്കീറിന്റെ ചിന്തകളെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ജയ് ഹിന്ദ്.